Hi guys, welcome back to another episode of ഉൻചാശ. നമ്മൾ അവസാനമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 4 വർഷമായിട്ടുണ്ടാവും. ഇല്ല, 4 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇന്നുള്ളത് കൊണ്ടുവരേണ്ട വീട്ടിലാണ്. മൂക്കുത്തി ഗേസ് ആൻഡ് ഷാരി സീറ്റ് മാംഗോ നമുക്ക് വേണ്ടി ശാരി ഉണ്ടോ മെത്ത് തുപ്പിട്ട് കഴിച്ചു. മാങ്ങ, ഇതിന്റെ എന്തോ മാങ്ങ, വെരി വെരി യമ്മി, സോ യമ്മി, സോ ഡെലിഷ്യസ്. ആൻഡ് നന്ദയുടെ ഞാൻ വ്ളോഗ് ചെയ്ത് പറഞ്ഞപ്പോൾ ഓടിയതാവുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അവളെ പിടിക്കുന്നു, ഞാൻ പിടിച്ചു. നമ്മൾ ഫസ്റ്റ് വന്നു, ബത്തക്ക തിന്നു, സമൂസ തിന്നു, നാരങ്ങളും കുടിച്ചു. അപ്പം നമുക്ക് മാങ്ങ കൊടുത്തന്നെ നമ്മൾ മാങ്ങിയ തന്നെ സോ ഡെലിഷ്യസ്, സോ ഡെലിഷ്യസ് ഗൈസ്. ഉണ്ട് എന്താണ് നിനക്ക് നിന്റെ മാങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ലൊരു മാങ്ങയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക്. സോ ഗൈസ്, എൻ്റെ ആഗ്രഹം ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ വ്ളോഗ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ എത്ര പോലെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുള്ളത് എനിക്കെന്നെ വല്ല ധാരണയില്ലാത്തതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമുക്ക് ഷാരി ചാമ്പൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. തുറന്നു. താങ്ക് യു ഷാരി, താങ്ക് യു. നല്ല സുന്ദരിയായിട്ടുണ്ട്. ഷാരിയും ടേബിൾ മാറ്റും ഒരേ കളറാണ്, ചാമ്പൊക്കെ അതേ കളറാണ്. ഇതിൽ പുഴുണ്ട് എന്നോട് പറഞ്ഞതിന് നമുക്ക് ക്രോസ് സൂം ചെയ്ത് നോക്കാം. പുഴുവില്ല തന്നെ ഇതാക്കാം. കണ്ടോ നമ്മള് തട്ടിപ്പ് പറഞ്ഞാൽ ചാമ്പൊക്കെ കൊണ്ടുവരാണ്ടിരിക്കാൻ പുഴുവുണ്ട്. ഇതിൽ പുഴുവൊന്നുമില്ല ഗൈസ്. ഇത് ഉപ്പും മുളകും കൂട്ടി തിന്നാൻ അതെന്റത് ഞാൻ കുടിച്ചോണ്ടിരിക്കാം. ഷാരി എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ചക്കക്കുരു, അല്ലെങ്കിൽ ചക്കക്കുരു ഫോർ മീ, നിനക്കുള്ള മാങ്ങ ഫോർ മീ. ഇതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് വ്ളോഗ് ചെയ്തുതരാം പ്ലസ്. പിന്നെ ഇത് ഉണ്ടൂനുള്ള ചക്കക്കുരു. നമ്മൾ ചക്കക്കുരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓളെ വീട്ടിലേക്കുള്ള ലിങ്ക് വെച്ച് തരാം. ഇത് പച്ചമുളകല്ല, കാന്താരി, നല്ല ഫ്രഷ് നാടൻ കാട്ടുകാന്താരി. കാട്ടെന്നല്ല പറഞ്ഞേ, തോട്ടത്തിൽ അത് കാടൊന്നുമല്ല. നൈസ്. സോ ഇത് ഞാൻ ഉണ്ടൂറിന് കൊടുക്കാൻ പോവാണ്. അത് അമ്മമ്മ ചക്കക്കുരു ഷാരി കൊടുത്തു. അമ്മമ്മ ഉണ്ട് നന്ദു അവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്കിതിനെ ഉപ്പുമുളകെല്ലാം ഇട്ടിട്ട് തിന്നാൻ നോക്കാം. ഞാൻ ഉപ്പുമുളക് പെരക്കിയിട്ട് വരാം. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 1 സ്പൂൺ ഉപ്പ്, അതിലേക്ക് ഇത് മറ്റേ കശ്മീരി മുളകാ, ആ പേരൊന്നും ഉണ്ടാവില്ല. 1 സ്പൂൺ മുളക്. ഇപ്പോൾ വീഡിയോ നോക്കാം. ഇത് മിക്സ് ചെയ്യാം. മതി. ഉപ്പിടുന്നതിൽ എന്തായാലും മുളക് കൂടുക, നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും. സോട്ട് കൂട്ടിയേക്കാം. കൂട്ടിക്കോളും, ഞാൻ കൂട്ടാൻ പോകുന്നില്ല. നമുക്കിനി ചാമ്പക്കേര എടുത്തേക്ക് പോവാം. ഇന്നൊരു കഷ്ണം ചാമ്പക്ക എടുക്കുക. ചാമ്പക്ക ശരി. അയ്യോ ഞാനൊന്നും കേട്ടോ. ഇതെല്ലാം എന്തേ ആ ഞാൻ ജൂലൈക്ക് വാങ്ങിച്ചു. ബ്യൂട്ടിഫുൾ. ഇവരെല്ലാം എന്നെ കളിയാക്കിച്ചിരിക്കുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാതെ തോന്നും. കാരണം രണ്ടൂടെ തെറ്റിയല്ലേ? മാപ്പ് നോക്കാൻ അറിയാത്തതുകൊണ്ട്
തെറ്റി അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ് യൂട്ടേൺ എടുക്കാൻ. യൂട്ടേൺ തന്നെ പാലക്കുന്ന് അതല്ലാതെ കഴിഞ്ഞിട്ടോ അങ്ങോട്ടേക്കുള്ള റോഡ് മാപ്പ് കാണിച്ചിട്ടില്ല. ആകെ ഒരു റോഡ് കാണിക്കുന്നത്. ഞാൻ ആ വെള്ള റോഡ് പറഞ്ഞു. ഇവിടത്താണ് എനിക്ക് ആരിയിലോട് തിരിച്ചു. ആ ഒരു ബസ് സ്റ്റോപ്പില്ലേ ഞാൻ പറഞ്ഞിട്ടാണ്. സോ ചിക്കന് വേണ്ടിയിട്ട് നമ്മളിവിടെ വേറെ പ്രിപ്പറേഷൻസ് നടക്കുന്നത് കാണിച്ചു തരാം. ഉള്ളിയും വെളുത്തുള്ളി നമ്മല്ലെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോകുന്ന തിന്നാനായിട്ട് നിലവിൽ പുതുപിള്ളേരെ പറയുന്നത് ചാരിയുടെ വീട്ടിലും വന്ന് പോയതാണ് ശരിക്കും തിന്നാൻ പോയത്. മേശ നിറയെ തിന്നാൻ. അഗൈൻ അനദർ ചാമ്പക്കാനിട്ടിട്ട് ക്ലാരിറ്റി നോക്കണം. സ്വന്തം ഫോണും സ്വന്തം കുടുംബം എല്ലാം സ്വന്തമല്ല. എനിക്ക് എന്ത് പറ്റിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉള്ളി മുറിച്ചതാണ്. ഓള് കരട്ടിട്ട ഞാൻ കരഞ്ഞു. ചിക്കൻ കറി ചിക്കൻ വരട്ടിയതാണ് നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. വരട്ടിയതല്ലേ? സോ എനിക്കറിയുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിക്കോളും. സോ നമുക്ക് വരട്ടുന്നതും കാണിക്കാം. ഇപ്പം ഉണ്ടോ ഇടിക്കുന്ന വെച്ചേക്കുന്നത് ഇഞ്ചിനെ ഇടിച്ച് കൊല്ലുന്നതാണ്. അത് രണ്ടും ഒന്നിച്ചിടിക്കറാം. വേറെ അവർ ഇടിക്കാൻ ഓക്കെ. സോ ഞാനും ആലോചിക്കാം. സോ മടിയും മല ചുമക്കും. അതുകൊണ്ട് ചുമക്കട്ടെ. ജാനയുടെ ഉള്ളി മുറിച്ചിട്ട് ചുമക്കുന്നുണ്ട്. ശാരീനെ നോക്കുക ഗൈസ്. തോണ്ടുന്നു. റെക്കോർഡിലാണ് സ്വർണ്ണ വിലയിൽ 72,000 രൂപ. ഇന്ന് രാവിലെ ഞാൻ 72,000 കണ്ടു. അല്ല, അത് ഇന്നലത്തെ പൈസയാണ്. ഇന്ന് 74. എങ്ങനെ കല്യാണം കഴിക്കും ഗൈസ്? സത്യം. ഒരു ഇട്ടിട്ട് പോവാൻ പറ്റില്ല ഇപ്പൊ. എന്റെ മോൾ എന്റെ കഴുത്ത് കിടക്കുന്നത് അരപ്പവനാണ്. വിച്ച് മീൻസ് 37,000. 37 അല്ല 14 ആക്കിക്കോ. എന്നാ എല്ലാം കൂടി 40,000 രൂപ എന്റെ കഴുത്ത് കിടക്കുന്നത്. 40,000 രൂപ. പക്ഷെ വാങ്ങുമ്പോ ഇത്രയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആരും കണ്ടുപോകരുത്. ഗ്ലൈസ് അല്ല ഗൈസ് പ്ലീസ്. ഒരു മൂക്കുത്തിക്ക് എത്ര ഉണ്ടാവൂടെ സ്വർണ്ണത്തിന്? നമ്മൾ ചിക്കൻ കറി വെക്കുന്ന ടൈം ലാപ്സ് എന്തെങ്കിലും ലാഗിന് മുറിച്ചൊട്ടിക്കാം. സോ യാ ഗൈസ് അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഹോം ടൂർ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കറി വെച്ചിട്ട് ഹോം ടൂർ നടത്താം. സോ നൈസ്. നമ്മൾ നല്ല മൺചട്ടിയിലെല്ലാം ആക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നു. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. നല്ല രസമുണ്ട് ഗൈസ്. നൈസ് വൈബ്സ്. അപ്പുറം ആരോ വീടുണ്ട്. സോ നെവർ മൈൻഡ്. സോ നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ചിക്കൻ കറി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വരളാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇരിക്കട്ടെ. ഇവിടെ ഉണ്ട് വേറൊരു കിടിലൻ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ശാരീരിക റെസിപ്പി. ഇത് പഴുത്ത മാങ്ങ കുനുകുന അരിഞ്ഞ് അതിൽ വറ്റൽമുളക് ചുട്ടിട്ട് ഇപ്പോൾ ഉപ്പാണ് ഇടുന്നത്. ഉപ്പിട്ടിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ടോ? ഉടക്കും. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചോ. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ്. ഇത് ഉടക്കുന്ന സ്പൂണാ? ഞാൻ ഇങ്ങനത്തെ സ്പൂൺ ആദ്യമായിട്ടാണ്. സ്പൂണില്ല കയ്യില്ല. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചോണേ. അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ എങ്ങനെ? കുറച്ച് കഞ്ഞിവെള്ളം. ഇതൊരു കൊണ്ടാട്ടം പോലെ അല്ല മുളക് ചുടുമ്പോ. പഴുത്ത തന്നെയാണ്. അധികം പഴുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ശാരി കഞ്ഞിവെള്ളം ഒഴിക്കാത്തതിന്റെ വിഷമത്തിലാണ്. മുണ്ടർ ചേച്ചി ഉടക്കുന്നുണ്ട്. ചിക്കൻ കറി ഏത് കാലാവലെന്നൊന്നും അറിയില്ല. കുറച്ച് വെള്ളം നമുക്കൊരു ഗ്ലാസ്സിൽ കോരിയെടുത്താലോ? ഇതോ അത് എവിടെ കിടന്ന് വറ്റട്ടെ. ഗ്യാസ് തീരുന്നത് വറ്റട്ടെ.
അങ്ങനെ ഇത് ഉടയട്ടെ, അങ്ങനെ ഉടയട്ടെ. ഉടച്ചുടച്ചങ്ങ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ബാക്കി പറയാം. ഉടഞ്ഞു കഴിഞ്ഞാൽ പറയണായാ? ഇല്ല, ഉപ്പ് നോക്കുന്നുണ്ട്. ഞാൻ നോക്കാം. ഗണപതി കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു. എനക്കും എനക്ക് ഉപ്പ് നോക്കണ്ടോ? ഈ മുളകിന് നല്ല എരിവുണ്ടല്ലോ. ഇത് നാടൻ മുളകാണ്. നല്ലൊരു ഓ മൈ ഗോഡ് നാടൻ മുളക് ഇടാൻ പൊട്ടില്ല. അതെയാ, നമ്മ രണ്ടും മിക്സ് ആക്കിട്ട് ഓടിക്കുന്നു. പക്ഷെ ഇടല്ല വയറോക്കി. വെരി 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 സ്പൈസി. കാണുമ്പോ ഒന്നും തോന്നൂല, പക്ഷെ ആള് പുലിയാണ്. സ്പൈസി. കുറച്ച് മധുരം വേണം. പച്ചാരിട്ടല്ലോ. നമ്മൾ നല്ല ഉടയും ചെയ്യും. വെള്ളമില്ലായ്മ നമുക്കിത് ചോറ് കഴിക്കുമ്പോൾ നോക്കാം. കുറച്ചും കൂടി എന്തോ ഇത് എന്റെ റെസിപ്പിയിൽ പറഞ്ഞ കാര്യമല്ല. എന്റെ റെസിപ്പിയിൽ പറഞ്ഞത് ചേർത്തിട്ടുമില്ല. ഒന്നാമത് ചേർക്കാൻ കഞ്ഞിവെള്ളം. അത് കൂട്ടിയാലും നീ വളാലേക്ക് എത്തൂലായിരിക്കും. അല്ല, അങ്ങനെ ആക്കാറ്. ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ മാങ്ങേറിയതും. ഞാൻ ഇതൊന്ന് ഇളക്കട്ടെ, എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. ഗൈസ്, ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ആ ഓഫ് എന്ന് പറയുന്നത് ആ അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റായി, പക്ഷെ സ്റ്റിൽ തിളക്കുന്നു. അതാണ് നമ്മൾ ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണം. സോ ഇത് ഞാൻ മൂടി വെക്കുന്നില്ല. അതങ്ങനെ തന്നെ വെക്കുമ്പോൾ ബാക്കിയുള്ള ആ ഒരു വെള്ളവും ഇവാപ്പറേറ്റ് ആയിപ്പോയി കുറേ കൂടി കുറുകിയ കറിയാവും. മുകളിൽ ഞാൻ ടച്ചിങ്സിന് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ ആള് പറയുന്നൊന്നും കേൾക്കണ്ട ഗൈസ്. പിന്നെ ഉണ്ടറോച്ചി പപ്പടം പാട്ടുന്നുണ്ട്. ഉണ്ടറ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. ശാരി വയ്ക്കാൻ എന്താ ഞാനല്ലേ? ഇപ്പൊ ശാരീനെ സൈഡിൽ നിന്നാണ് നല്ല രസം. ശാരീരിക സുന്ദരിയായിട്ട് ജോർജ് അല്ല ജോസഫ്. ഒരു ചെക്കൻ ഉണ്ടായിട്ടാണ് എനിക്ക് പണ്ട് ലൈൻ ഉണ്ടായത്. ബമ്മാച്ചി കൊണ്ടത്തെ നോക്കാൻ. സോറി അതിപ്പോ ഇതിൽ പറയണ്ട. ആ ചോന്ന ബമ്മ വന്നിട്ട് ജസ്റ്റ് നല്ല പൊന്തുന്ന പപ്പടാന്ന്. ജാസ്മിൻ പപ്പടം. പപ്പടം വാങ്ങുന്നവർ ജാസ്മിൻ പപ്പടം. പപ്പടം എന്നത് ജാസ്മിൻ പപ്പടം. അതല്ല ആ തോട്ടൽ തന്നെ ഇടാം. അങ്ങനെ ഇത് ഏകദേശം സെറ്റിലായിട്ടുണ്ട്. അതവിടെ കിടന്നു, തുറക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എടുക്കട്ടെ. പിന്നെ ഇത് എന്ത് രസമാണെന്ന് നോക്കിയ ഗൈസ് കാണാൻ വേണ്ടിട്ട്. വാവ്, സ്വന്തം ആക്കിയിട്ട് സ്വന്തം പൊക്കി പറയുന്നത് ഞാൻ കാണാൻ നല്ലോണം പൊള്ളച്ചാല് ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് കാണാൻ അങ്ങനെയാ ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്കിനി മാങ്ങയുടെ സാധനം എടുത്തു. എവിടെ കൊണ്ടുവച്ചു നോക്കിട്ട് വരാം. എവിടെ കൊണ്ടുവച്ചിനി? ഇതല്ലേ ഇടാ മാങ്ങ ഇടിച്ചത്. ഇതൊരു മാങ്ങ ചമ്മന്തി അല്ല മാങ്ങ പച്ചടിയൊക്കെ പോലെ ഉണ്ട്. വൺസ് അഗൈൻ വീണ്ടും ഷാരി പറയുന്നുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറയും ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. അവൾ സ്ഥിരമായിട്ട് ആളെ തന്നെ ഇരിക്കുന്നു, അതിൽ മാറ്റമൊന്നുമില്ല. 3 പപ്പടം, എനിക്ക് 2 പപ്പടം വേണം. ഇതുണ്ട് രുചി അഗൈൻ. പിന്നെ ചോറ് കഴിക്കുമ്പം ബാക്കി നമുക്ക് വ്ളോഗ് ചെയ്യാം. ഓക്കെ ഗൈസ്, നല്ല പ്രകൃതി രമണീൻ്റെ സ്ഥലം. തെങ്ങിൻതോപ്പ്, പച്ചപ്പ്, വാഴ, ഫ്രൂട്ടി. അപ്പം നമ്മൾ വീട്ടിൻ്റെ സൈഡിൽ എന്തോ ഒരു കുണ്ട് പോലെ കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ്. എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നമ്മേ സോറി ഗൈസ്, ചമ്മിപ്പോയി. തോടാണ്, പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് പറ്റിപ്പോയി. ദിസ് ഇസ് ഡാം, അതായത് നാടൻ ഡാം. സൂം ചെയ്താൽ ഇത്ര. ഇതിന് ഡാം എന്ന് പറഞ്ഞിട്ട് കളിയാക്കല്ലേ, ഇത് ബണ്ട്. ബണ്ടിന്റെ ഇംഗ്ലീഷാണ് ഡാം. ഓക്കെ, സോ യാ. ഡാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നുമില്ല, ബണ്ട്. അതിന്റെ അപ്പുറം എന്തല്ലോ ആണ്. നീ അത്ര വലിയ A little longer than a few minutes later. നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. അതാ പോയി ചോറ് വളപ്പിക്കേണ്ടി വളർത്താക്കിയപ്പോ ചെമ്പ് ചെമ്പ്
ഓട് അതിന്റെ ഓടിന്റെ അച്ഛന്റെ അച്ഛന്റെ പാത്രം അച്ഛന്റെ അച്ഛൻ്റെ മാത്രം അമ്മമ്മേടെ അച്ഛന്റെ ഈ അമ്മമ്മേടെ അച്ഛന്റെ അത്ര പഴക്കുണ്ടാ അച്ഛനില്ലേ ചോറ് വെക്കും അതെയാ പിന്നെയാണ് ഇതെല്ലോ ഭാഷയിൽ പറയുന്നത് പുളിശ്ശേരി വന്നു എനിക്ക് കഷ്ണം വേണോ കുറച്ചും കൂടി മതി കഷ്ണം വേണോ ഞാൻ എടുത്തോളാം കൊതിയാവുന്നു സ്ലോ മോഷനാണ് ഇവിടെ ഞാൻ ഉണ്ടൂരിൻ്റെ ഇല പാറിപ്പോന്നായിട്ട് പിടിച്ച് വെച്ചിട്ടാണുള്ളത് കേസ് ഇത് നമ്മൾ ഉണ്ടാക്കിയ മാങ്ങ പഴുത്ത മാങ്ങയുടെ ആ സാധനം പുളിശ്ശേരി എടാ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നത് എനക്ക് വിളമ്പിത്ത ചക്ക എത്ര ആടെ കിട്ടും കുറച്ച് മതി മതിയാ? ആ മതി മതി ആ മതി എല്ലാം മതി പാടായി നല്ല മണം അച്ചാറിൻ്റെ വാവ് നമ്മളെ ചിക്കൻ എനിക്ക് എല്ലുള്ള പീസാണ് എല്ലില്ലാത്ത പീസിന്റെ എല്ലില്ലാത്തതല്ല എനിക്ക് എല്ലുള്ളതാണ് ഇത് ഇത്ര കാര്യം ഇടുന്നു എല്ലില്ലാത്തത് കിട്ടിയ ഇവർക്ക് കൊടുത്തേ ഓക്കെ സോയ ചിക്കൻ മാങ്ങ പഴുത്തത് മാങ്ങ പച്ച പച്ചടി ചക്ക ചക്ക ആൻഡ് പപ്പടം പപ്പടം യുദ്ധം നടക്കുന്നു താങ്ക്സ് ദ ഫൈനൽ ലുക്ക് മതി ഇനി ബാക്കി നമുക്ക് തിന്നിട്ട് പറയാം സോ പപ്പടാണ് വെച്ചത് കണിയും റിവ്യൂ ചോദിച്ചാൽ ഞാനാരായി നമുക്ക് ശാരീനോട് വയ്ക്കാം ശരി എന്റെ കൈ ഫുള്ള് കാണുന്നുണ്ട് കൈ കാണാത്ത ഭാഗം കളിക്കി ചിക്കൻ കൂട്ടി ചിക്കൻ ഏറ്റവും കൂട്ടിയതായിരുന്നു മണ്ണ് ചോറിന്റെ കൂട്ടിയത് ഞാനൊന്ന് തിന്ന് നോക്കട്ടെ ഫാൻ ഓഫ് ആക്കി തടഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓ മൈ ഗോഡ് ഗൈസ് വാവ് ഇത് തിന്നു ചിക്കൻ കറി കൂട്ടിയില്ല അടിപൊളിയല്ല സോ നമ്മളിതെല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് എപ്പെങ്കിലും കാണാം പായസം കുടിക്കും കാണാം അത് കഴിഞ്ഞ് പായസം സോ യാ ഇത് ഞാൻ കഴിച്ച് വടിച്ച് ഇനി പായസമാണ് നോക്കട്ടെ കാണുന്നില്ല മതി ഈ പായസത്തിൻ്റെ പേരെന്താണ് പരിപ്പ് പ്രഥമന്റെ പറഞ്ഞു പരിപ്പ് പ്രഥമൻ ഈ ആ പപ്പടം ഒരു പഴവും പഴം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉടക്കുക ഞാനും ഇവിടുന്ന് വേഗം കൈയ്യോടെ എഴുതിട്ട് അപ്പൊ ശരി വൈകിയ മുതലാവൂല ഒരു പപ്പടം നോക്കട്ടെ ഇതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങനെ പൊട്ടിക്കുന്നുണ്ട് എൻ്റെ സാറേ എന്നൊക്കെ അവർ പറയും സോറി ഞാൻ കുറേ വീഡിയോ റിയാക്ഷനെല്ലാം ഷൂട്ട് ചെയ്തു പക്ഷെ ഇത് ഞെക്കാൻ മറന്നുപോയി റെക്കോർഡിങ് അപ്പൊ അമ്മേനെ നടുവേദനയെ കുറിച്ച് നമുക്ക് അതൊക്കെ കഴിഞ്ഞു വീണ്ടും പറയാം ഇങ്ങനെ എല്ലാം മടക്കിയ അമ്മക്ക് നടുവേദന അത്രേ ഉള്ളൂ ബൈ ഗൈസ് ഹായ് ഗൈസ് സോ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ഒരുങ്ങി ഇറങ്ങി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഒരു പള്ളി ഞാൻ ഒരുങ്ങിയിട്ട ശാരീരം ഇട്ട് പൊട്ടിയിട്ട് അടിക്കുന്നുണ്ടായിനി ഇവിടെ ഒരു പള്ളിയുണ്ട് കോട്ടപ്പുറല്ലേ കുറ്റിപ്പുറം മലപ്പുറം കോട്ടപ്പള്ളി സോറി ഗൈസ് കോട്ടപ്പള്ളിയിൽ പോവാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ ഇടിയും മുട്ടുന്നുണ്ട് മഴ പാറുന്നുണ്ട് അറിയില്ല അതാണ് സോ ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആയിരിക്കും സാരി സ്ലീവ്ലെസ് ആയോണ്ട് പറഞ്ഞിട്ട് ഇതാക്കണ്ട എന്താ നിന്റെ വ്ളോഗിന്റെ ആദ്യം കാണുന്നില്ല നീ സ്ലീവ്ലെസ് ആകുന്നു അതുകൊണ്ട് ഇപ്പൊ എന്നെ ഇപ്പൊ നല്ല വൃത്തിയുണ്ട് നമുക്ക് നല്ല വൃത്തിയുണ്ട് നല്ല ഈമാനുള്ള സ്വാലിഹത്തായ ഇബ്ലീസ് അങ്ങനെ ഓള് കീഞ്ഞിട്ടുണ്ട് മഴ പാറുന്നുണ്ട് ഗൈസ് മഴ കാണിക്കാൻ എനിക്കറിയില്ല എങ്ങനെ കാണിക്കേണ്ടത് എൻ്റെ ഫോണിൽ ചാർജില്ല
ഉണ്ടു നന്ദ്രു നന്ദ്രു അമ്മമ്മ ഇടിമുട്ടുന്നുണ്ട് ഗൈസ്. ഇടിമുട്ടുന്നുണ്ട് പോയിട്ട് വരാം. ആ പള്ളിയിൽ വിളക്ക് വെക്കലുണ്ട്. പുതിയൊരു അറിവ്. ഷാരിനെ കൊണ്ട് ഞാൻ പണ്ട് നമ്മളെ വീഡിയോയിൽ വ്ളോഗ് ചെയ്ത പോലെ ബാക്കിൽ നിന്ന് വീഡിയോ എടുപ്പിക്കാം. നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ വീഡിയോ. ഫ്രണ്ട് ക്യാമറ ആണോ? ഓക്കെ. ഹായ് ഗായ്സ്, ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കോട്ടപ്പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഷാനയും ഉണ്ട്രും നന്ദുവും അപ്പുറത്ത് പോകുന്നുണ്ട്. കാണിച്ചു തരാം. Life, we don't know what it is, so I'm asking why. We just spend the days and struggle to survive. That's my fate. Sublime. When above nature things you love to find, then you realize what's wrong with paradise. To get paid. ഹായ് ഗായ്സ്, സോ നമ്മൾ കോട്ടപ്പള്ളി എത്തിയിട്ടില്ല. ആഴന്ന് ചന്ദനത്തിരി വാങ്ങി നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. മഴ പെയ്യുന്നുണ്ട്. സോ ഇവിടെ വണ്ടി വെക്കുന്നുണ്ട് ആൾക്കാർ. ശരി എന്നാ നിന്റെ ചന്ദനത്തിരി. ശരി ലുക്സ് ബ്യൂട്ടിഫുൾ. ഈ ഷാളിട്ടപ്പോൾ ആളാകെ പറയും. നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ എവിടെയോ ആണ് മഖാം. സോ ഗൈസ്, നമ്മളിതിൻ്റെ മുകളിലെത്തി. പിന്നെ ഇവിടെ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എനിക്കൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് താഴോട്ട് ഇറങ്ങുവാണ്. പുരുഷന്മാർ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് വഴികളുണ്ട്. ഉണ്ടൊരു കഥ പറഞ്ഞിട്ട് ഇവിടുത്തെ ചരിത്രം നന്ദു നേരത്തെ പറഞ്ഞു. ഇത് പറക്കു വെച്ച സ്ഥലമല്ലോ. അതൊരു ബുക്കാ, ഖുറാനായിരിക്കൂലേ? ഞാൻ കാണിച്ചു തരാം. ആ, ഇത് ഖുറാൻ ഉണ്ടായ സ്ഥലം. അത്രേ വെച്ച സ്ഥലം. അങ്ങനെ തന്നെ അതിന് അടയാളം പാറക്ക് വന്നിന്. എന്നാലും അതെ, ഇങ്ങനെല്ലാം ഓരോ ആൾക്കാർ ഓരോന്ന് അറിഞ്ഞിട്ട് വരുന്നു. നല്ല വ്യൂ ഉണ്ട്. ഇതൊരു ഏകദേശം ഒരു ഹിൽ ടോപ്പ് പോലെയാണ്. കാരണം നല്ലൊരു ട്രക്കിങ് പോലെ തന്നെ കയറി വരാനുണ്ടായിന്. അവിടെ ആണുങ്ങളെ സൈഡിൽ നിന്ന് കാണാൻ കുറച്ചും കൂടി നല്ല രസമുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അല്ലാത്തവർക്ക് എന്താ ടൂറിസ്റ്റ് കേന്ദ്രം. അത് പറയാൻ പറ്റില്ല. ഈ വ്ളോഗൊക്കെ എടുക്കാൻ വരുന്ന ഞാനാരായി. സോ അതെ, കേട്ടറിഞ്ഞ് വന്ന് അങ്ങനെ വരുന്നവരാണ് നമ്മൾ. ഈ വീഡിയോ കേട്ടറിഞ്ഞ് വരുന്നവർ വന്നോട്ടെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന അതേ ഫോർമുല തന്നെയാണ് ഞാനും വിശ്വാസത്തിൽ ഇവിടെയുള്ളത്. അത് നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമ്മളെ വിശ്വാസം തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെന്താണെന്ന് വിശ്വസിക്കുന്നത് അതേ നമുക്ക് സംഭവിക്കുമല്ലോ. സോ അത്രയേ ഉള്ളൂ. ജസ്റ്റ് സ്പ്രെഡ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി. അവളോതാ. നമുക്ക് ഇവിടെ കുറച്ച് ഇരിക്കാം. ഇതിരിക്കാൻ പാടുണ്ടോയെന്നറിയില്ല. നോക്കാം. 15 minutes later. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞെക്കിയത് വാട്സപ്പിൽ. വീട്ടിലെത്തിയിട്ട് അയക്കാം. നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ സ്ഥലത്ത് എന്താണ് മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. നമ്മൾ മറ്റൊരു പ്രകൃതി രമണീയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് പോയിട്ടുള്ളത്. അങ്ങൊന്നും അറിയില്ല. ഓക്കെ, അറിയില്ല. ഇത് പൊട്ടിയാൽ ശാരിയാണ് ഉത്തരവാദി.
ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും അറിയണം നമ്മൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഇതിലെ പോകുന്നത്. വെറുതെ എൻ്റെ വ്ളോഗാണ് നീനേക്കാളും നേരിയ പാലത്തിലൂടെ നടക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഇവിടെ നല്ല രസമുണ്ട് ഇതിൽ കാണാൻ. വാവ്, അതാ ഞാൻ പറഞ്ഞ എൻ്റെ ഫോട്ടോസ് എടുത്തായിരുന്നോന്ന്. ഈ ഫോൺ പിടിച്ചോ, അല്ലെങ്കിൽ ഇത് താഴെ പോയാലോ? പോയാ തന്നെ. ഷാനയുടെ കയ്യിലല്ലേ പിടിക്കുന്നത്, ഞാൻ പോക്കറ്റിലിട്ടത്. ഹായ് പറ. പോക്കറ്റിലിട്ടത് പോവോ? ഇതിന്റെ ഇടത്തിൽ എൻ്റെ മാച്ചൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. വെള്ളത്തിലല്ല, വീട്ടില്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ 2-3 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. അതെ, എന്നിട്ട് വേണം ഷാനയുടെ ഫോൺ ഓഫ് ആവാൻ. One eternity later. സോ ഗൈസ്, നമ്മൾ കോട്ടപ്പള്ളിയിലെല്ലാം പോയി തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ തിരിച്ച് നമ്മൾ ഉണ്ടൂറിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. വരുന്ന വഴിക്ക് നന്ദു നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. എനിക്ക് മാംഗോ ബാർ. ശാരി, ഞാൻ വണ്ടി വീട്ടിലേക്ക് ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ശാരിയുള്ള ചോക്കോബാർ തിന്ന് തീർത്തു. നന്ദു പാത്രമെല്ലാം പിടിച്ചിട്ട് ചോക്കോബാർ. സോ ഇനി നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞു. ഇവിടെ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് പായസവും കുടിച്ച്. എന്തേ? ഓ സോറി, ഞാൻ പേടിച്ചു പോയി. അല്ലെങ്കിൽ ബത്തക്കയും തിന്നിട്ട് നമ്മൾ നേരെ സ്വന്തം വീട്ടിലേക്ക് പോകും. സോ ഇതുവരെ ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗിന് ഞാൻ അവസാനം ചെയ്തിട്ടില്ല. ഈ വ്ളോഗിനെങ്കിലും എനിക്കൊരു അവസാനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ചെയ്യണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹത്തിൽ എനിക്ക് തോന്നിയിരുന്നു. സോ ഗൈസ്, ഇറ്റ് വാസ് എ നൈസ് ഡേ ഔട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട വീണ്ടും ഇടുന്നതായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ ബൈ ഗൈസ്, ടേക്ക് കെയർ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. Lollipop, lollipop, oh la la la.